റാംജി റാവു എന്ന് പറയുന്ന ഒരു സിനിമ, അത് കണ്ടവരൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സിനിമ ഏതാണ്ട് 1989 90 ഇറങ്ങിയ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സിനിമയിൽ നമ്മുടെ മുകേഷ് വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം സായികുമാറിനെതിരെ ഒരു പാര വെക്കുന്നുണ്ട്. അതായത് സായികുമാറിൻ്റെ ഒപ്പിട്ടൊരു പേപ്പർ ഒരു പെൺകുട്ടിക്ക് എടുത്തു കൊടുക്കുകയും ഇവൻ്റെ ജോലി കളയുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരടി കൊടുത്തിട്ട് മുകേഷോട് ഈ പറയുന്ന ഇന്നസെൻ്റ് ചോദിക്കുമ്പോൾ മുകേഷ് പറയുന്നൊരു ഡയലോഗുണ്ട്. അതൊക്കെ ഈ അച്ചായൻ്റെ ഒരു നമ്പറല്ലേ എന്നാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള നിരവധി നമ്പറുകൾ നമുക്ക് കാണാം. അതിലൊരു നമ്പറാണ് ഇപ്പോൾ നമ്മുടെ മമതാ ബാനർജി ബംഗാളിൽ നടപ്പാക്കുന്നത്. RG കർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം, അവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം നമുക്കറിയാം. അപ്പോൾ വളരെ സാധാരണക്കാരായ ഒരു തയ്യൽ ദമ്പതികളുടെ മകളായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ നമ്മുടെ ഇക്കാലത്ത് കാണുന്നൊരു കാഴ്ച, കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-15 കൊല്ലമായിട്ട് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, പലപ്പോഴും രാഷ്ട്രീയക്കാരല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നും നയിക്കാത്ത നിരവധി സമരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും വലിയ ജനരോഷം ഉണ്ടാവുകയും എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ പലപ്പോഴും ആ ജനരോഷത്തെ ഭരിക്കുന്ന പാർട്ടികൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയവുമില്ലാത്ത ജനങ്ങൾ സംഘടിക്കുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് അതേപോലെ ഒരു സമരം ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സാണ് അതിൻ്റെ മുൻപന്തിയിലുള്ളത്. അവരൊരു രാഷ്ട്രീയക്കാരെയും അടുപ്പിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഇതുപോലെയുള്ള സമരങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അണ്ണാ ഹസാരയുടെ സമരത്തിന് വലിയ ജനപിന്തുണ കിട്ടിയതാണ്. അത് ആര് നടത്തി, അതിൻ്റെ പിന്നിൽ ആരുടെ ബുദ്ധിയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നില്ല. അതിനുശേഷം നമുക്കറിയാം കർഷക സമരം നടന്നു. അതേ സമയത്തും ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സമ്മതിക്കാതെയാണ് അവരത് ആ സമരവുമായിട്ട് മുന്നോട്ട് പോയത്. ഏതാണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൽ ഈ പറയുന്ന ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ ഗവൺമെൻറ്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മമതാ ബാനർജി പറയുന്നൊരു വാചകം എന്ന് പറഞ്ഞാൽ, അവിടെ ഈ ഡോക്ടേഴ്സൊന്നും ജോലിക്ക് ഹാജരാകുന്നില്ല, അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ കിട്ടുന്നില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് ഒരു വിട്ടുവീഴ്ചക്ക് ഒരുക്കുന്നില്ല. ഇപ്പോൾ അവരേറ്റവും ഒടുവിൽ മമതാ ബാനർജി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ വരാം, പക്ഷേ ഒറ്റ കാര്യമുള്ളത് അത് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചർച്ച മുഴുവൻ ലൈവായിട്ട് ജനങ്ങൾ കാണുന്ന രീതിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഇവരുടെ കാലൊക്കെ പിടിച്ചു നോക്കി. കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കിയേ പറ്റൂ. സർക്കാർ തന്നെ ആകെ ആടി ഉലയുകയാണ്. മമതാ ബാനർജി എന്നുള്ളൊരു MP തന്നെ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇതൊരു വലിയ പ്രശ്നമായി രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മമതാ ബാനർജി ചർച്ചയ്ക്ക് വിളിക്കുകയും ഇത് നമ്മൾ റെക്കോർഡിംഗ് നടത്താം, ലൈവ് സ്ട്രീമിംഗ് നടത്താൻ പറ്റില്ല, കാരണം കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസാണ് എന്നൊക്കെ പറയുകയൊക്കെ നോക്കി. പക്ഷേ ഇവരുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു അഭ്യാസവും നടക്കാത്തതുകൊണ്ട് ഇവർ പറഞ്ഞു ലൈവ് സ്ട്രീമിംഗ് ഇല്ലെങ്കിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞ് ഇവർ ചർച്ച ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ മമതാ ബാനർജി അല്ലേ ആൾ, അവർക്ക് 18 അടവോ അല്ല 19 അടവോ അറിയാവുന്നതുകൊണ്ട് അവരൊരു പൂഴിക്കടകം തന്നെ പ്രയോഗിച്ചു. അവർ പറയുന്നത് രാജിവെക്കാൻ തയ്യാർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി വേണമെങ്കിൽ രാജിവെക്കാൻ തയ്യാർ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ വെക്കല്ലേ എന്ന് പറഞ്ഞ് അവരുടെ പാർട്ടിക്കാരും ഒക്കെ പിടിച്ചു നിർത്തിയേക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. രാജിവെക്കാൻ തയ്യാറാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. രാജിവെക്കണം എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ രാജിക്കത്തടിച്ച് നേരെ രാജ്ഭവനിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട CB ആനന്ദബോസാണ് ഇരിക്കുന്നത്, അദ്ദേഹം അപ്പം തന്നെ സമ്മതിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല. പകരം രാജിവെക്കാൻ തയ്യാർ ആണെന്ന് മാത്രമാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ പാർട്ടിയിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദമുണ്ട്, രാജിവെക്കല്ലേ എന്നാണ്. ഇനി ആരെങ്കിലും രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ തൃണമൂൽ കോൺഗ്രസിൽ കാണില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു നമ്പർ ഇറക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ മമതാ ബാനർജി ഇതിനേക്കാൾ വലിയൊരു നമ്പർ ഇറക്കി ഈ സമരത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അതും നടന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ, അതായത് ഇനി മുതൽ ബലാത്സംഗങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പുള്ളിക്കാരിക്ക് ഉറപ്പാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ പ്രതിയെ തൂക്കിലേറ്റും എന്ന് പറഞ്ഞൊരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമം എങ്ങനെ നടപ്പാക്കും എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. കാരണം അത് നടപ്പാക്കാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ സ്പീഡ് ട്രാക്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോടതി വിധിച്ചാൽ പോലും അത് പിന്നീട് ഹൈക്കോടതിയുടെ അപ്രൂവൽ, വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹൈക്കോടതിയുടെ അപ്രൂവൽ മേടിക്കണം. ഇനി ഹൈക്കോടതിയുടെ അപ്രൂവൽ മേടിച്ചാൽ പോലും അത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ പിന്നെ പ്രസിഡൻ്റ് അടുത്തുള്ള ദയാഹർജിയിലേക്ക് ചെല്ലണം. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം നടത്തി കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ഒരാഴ്ചക്കുള്ളിൽ ട്രയൽ നടത്തിയിട്ട് തീർപ്പാക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമ്മിക്കുകൾ, ചില അഭ്യാസങ്ങൾ, ചില ട്രപ്പീസ് കളികളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട
മമതാ ദീദി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ പക്ഷേ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതേവരെ പറ്റിയിട്ടില്ല. 19ാമത്തെ അടവാണ്. കാരണം ഒരു സെൻറ്റിമെൻറ്റ്സ് എടുക്കാനായിട്ട്, ഒരു ആളുകളുടെ മുമ്പിൽ ഒരു സഹതാപം ഉണ്ടാക്കാനായിട്ട് പാവപ്പെട്ട മമതാ ബാനർജി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ പണ്ടേ മുതൽ അറിയാവുന്ന, നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയൊക്കെ കാലത്ത് പ്രതിപക്ഷ നേതാക്കൾ വന്നിട്ടുള്ള കാറിൻ്റെ മുകളിൽ കയറി ഡാൻസൊക്കെ കളിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പണ്ടുപോലെ ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർ അത്തരത്തിലുള്ള ട്രപ്പീസുകൾ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളിതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് ആളുകൾക്കുള്ളൊരു വിശ്വാസ്യത കുറഞ്ഞു വരികയാണ്. ഇവ പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും ഭരണപക്ഷമാണെങ്കിലും ഒക്കെ തന്നെ അവരൊക്കെ തമ്മിൽ പല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കറിയാം, മോദി സർക്കാർ മുട്ടുകുത്തിയിട്ടുള്ള കർഷക സമരത്തിൽ അവർ മുമ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് അവരത് ഏറ്റെടുത്തത്. പല പാർട്ടികളും പിന്തുണയൊക്കെ ആയിട്ട് ചെന്നിരുന്നു. പല ആളുകളും അവിടെ ചെന്ന് ഞങ്ങൾ ധർണയിൽ മുമ്പിലിരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ ഇവർ പതുക്കെ ഓടിച്ചു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കൊൽക്കത്തയിൽ നടക്കുന്ന ഈ സമരത്തിൽ പോലും പല രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെല്ലുമ്പോൾ പോലും അവർക്കൊന്നും വലിയ പിന്തുണ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും കൂക്കുവിളികളാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് വലിയ തോതിൽ അവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പല സമരങ്ങളും ഉയർന്നു വരുന്നു. ഇതൊരു തുടക്കമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തുടക്കമെന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കാനാണ് സാധ്യത. ഇത് തന്നെയാണ് നമ്മൾ കർഷക സമരത്തിൽ കണ്ടത്. ഇത് തന്നെയാണ് ജന്തർ മന്ദറിൽ വെച്ച് നടത്തിയ അണ്ണാ ഹസാരയുടെ യോഗത്തിലും കണ്ടത്. അതിൻ്റെയൊക്കെ പിന്നിൽ പല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്തുണ കിട്ടിയത്, ഇത്തരത്തിൽ വലിയ തോതിലുള്ള പിന്തുണ ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. കേരളത്തിലുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്വന്തം അനുജന് വേണ്ടിയിട്ട് സമരം നടത്തിയിട്ടുള്ള ഒരു പയ്യൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ പറയുന്ന സമൂഹ മനസ്സാക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ കേരളത്തിൽ ഹേമ കമ്മിറ്റിയുടെയൊക്കെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു പിന്തുണയുണ്ട്. നമ്മൾ കൃത്യമായി സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുകയും അതിൽ വരുന്ന വീഡിയോകളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാം. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി പഠിക്കേണ്ടതാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായ സമരങ്ങൾക്ക് ഇനിയും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം തന്നെ ചവറ്റുകുട്ടയിലായിരിക്കുമെന്നും ഇതുപോലെയുള്ള യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവിടുത്തെ BJPയുടെ തന്ത്രങ്ങളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ആളെ കൂട്ടുന്നത് CPM ആണ്. CPM എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPM അല്ല, നമുക്ക് ബംഗാളിലെ CPM ഇപ്പോൾ വ്യത്യാസമുണ്ട്. കാരണം അവർ വർഷങ്ങളായിട്ട് ഒരു ലാഭവുമില്ലാതെ, അതിനകത്ത് ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഏതാനും യുവാക്കളാണ് ആ കൂട്ടത്തിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള യുവാക്കൾ അവിടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ അവർക്കത് വോട്ടായി മാറ്റാനൊന്നും കഴിയുന്നില്ലെങ്കിൽ പോലും അവരുടെ റാലികളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവർ പറയുന്നതിന് കുറച്ച് ആത്മാർത്ഥതയുണ്ട് എന്നുമൊക്കെ ജനം കരുതുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കോസിനെ ഇനിയും നേരിടാൻ സത്യത്തിൽ ആവനാഴിയിൽ അമ്പുകൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മമതാ ബാനർജി എന്ത് ചെയ്യും എന്ന് കാത്തിരിക്കാനാണ് നമ്മൾ അറിയുന്നത്. ഇതൊക്കെ ഒരു നമ്പറല്ലേ എന്നുള്ളത് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് മമതാ ബാനർജി.